എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്ന് തോക്കുമാരൻ്റെ വണ്ടിയും കൊണ്ട് ചെറിയൊരു ട്രിപ്പ് പോവാം. ഇതാരായി വരുന്നേ? ദാമി എവിടെ പോവാ? സ്കൂളിൽ പോകണോ? സമയം പോകുന്നു, വേഗം സ്കൂളിൽ കൊണ്ടുവിടാം കേട്ടോ. അപ്പോൾ അതേ പൊന്നുകുട്ടി ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ട്. സൂര്യ ഇതേ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നു. പുതിയ ഡ്യൂട്ടി ഏറ്റെടുത്തേക്കാണ്. അപ്പം മെയിൻ ഡ്രൈവർ മുത്ത തന്നെ ഇന്നും. കുഞ്ഞിക്കിളി വരുന്നുണ്ടായിരുന്നോ? ഇല്ല, ട്യൂഷനുണ്ട്. കുഞ്ഞിക്കണ്ടെ ഒന്നും വരുന്നില്ല. കുഞ്ഞിക്കണ്ണ സ്കൂളിൽ പോയി. ഉടക്കം മാറിയില്ലായിരുന്നോ? കട്ടിയുണ്ട്. ഇല്ല, ഇച്ചിരി ഓടിയാലേ ശരിയാവുള്ളൂ. അടുത്ത് കെട്ടിക്കേ, ഒത്തിരി തള്ളണ്ട. വീണു, സെറ്റായി. കേറിയില്ല അല്ലേ? ഇല്ല, ഒരു തവണ കേറിയതോളൂ, വന്ന ടൈമില്. അത് ശരി, പിന്നെ വന്നില്ലല്ലേ? പിന്നെ വന്നില്ല. പിന്നെ നമ്മള് മൂവാറ്റുപുഴയ്ക്കാ പോന്നെ. മൂവാറ്റുപുഴന്ന് ഒരു വർക്ക്ഷോപ്പിലേക്കാ പോന്നെ. മൂവാറ്റുപുഴയ്ക്ക് അപ്പുറം. ഇനി കുറച്ച് സംഭവങ്ങളൊക്കെ ഇതെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം കഴിയുമ്പോഴേ നമ്മള് കാരവനെ പോകുന്ന പോലെ പോകാൻ പറ്റുള്ളൂ. അപ്പം സ്കൂളിൽ പോയിട്ട് പോവാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം സ്കൂളില്ലാത്ത ദിവസം കൊണ്ടുപോവാം. കേട്ടോ? ചെരുപ്പ് ഉമ്മയുണ്ടോ? ആടാ, ഉമ്മ ചേച്ചമാരെ കുറേ ഉമ്മ കൊടുത്തത്. ടാറ്റാ ടാറ്റാ. അപ്പം കഴിഞ്ഞ ദിവസം ക്യാമ്പിങ്ങിന് പോകാൻ വേണ്ടി നമ്മൾ കയറ്റിയിട്ട സാധനമല്ലേ ഇവിടെ ഇറക്കണം. കട്ടില്, ഡൈനിങ് ടേബിള്. ലോഡിംഗ് ആയിരുന്നു ഇല്ലേ? അവരും വരും. അൺലോഡിംഗ് ചെയ്യാനുള്ള ആൾക്കാർ. ലോഡിംഗ് അല്ല, അൺലോഡ് ചെയ്യാനുള്ള. തുറന്നോ, പിടിക്കണം കേട്ടോ, വെയിറ്റ് ഉണ്ട്. അപ്പം അതെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. എന്നും നമ്മൾ കൊണ്ടുപോകുന്ന സാധനം തിരിച്ചുകൊണ്ടിരിക്കുക. വെള്ളമൊക്കെ കണ്ടോ, മിച്ചോ? ഇന്ന് അൺലോഡിങ്ങിന് അധികം ആൾക്കാരില്ല, ഞങ്ങൾ തന്നെ കൊണ്ടു വരുമോ? അതെടുക്കത്തില്ല പൊന്നോ? അതൊക്കെ പൊന്നു എടുത്തോളൂ. അല്ല പൊന്നു തന്നെ എടുക്കണ്ട. 25 കിലോ അല്ലേ ഉള്ളൂ. താഴെ പിടി. അതെ, അവിടെ വെച്ചോ ഇങ്ങോട്ട്. എന്റെ പൊട്ടുകുറ്റിയുടെ എഴുത്തേ ഇതുണ്ടോ? ഇതിനകത്ത് ഇടുന്നു. ഞാൻ ഇതാ ലോറിക്കകത്തുനിന്ന് അവനെടുത്ത് വെച്ചേ. ഇതിനകത്ത് ആ പാത്രത്തിനകത്തുണ്ടായിരുന്നാ. ഞാൻ അവനോട് വീട്ടിൽ വന്നപ്പോൾ ചോദിച്ചു, എടാ ഇത് എന്ത് സാധനം എന്തെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു കണ്ടില്ല, അത് 66 പറഞ്ഞു. ഞാൻ അതെല്ലാം നോക്കിയിട്ട് കണ്ടില്ലേ. കിട്ടി. ഇപ്രാവശ്യവും നമ്മുടെ ടോയ്ലറ്റ് ടെന്റ് ഉപയോഗിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ഉദ്ഘാടനം ചെയ്തില്ലേ അത്? അവിടെ തന്നെ കാറ്റായിരുന്നു. ടെന്റ് വെച്ചാൽ ടെന്റ് കൊണ്ട് അങ്ങ് വേന്താറ്റി പോയി കിടക്കും. അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല. നീ അതെന്ന് ഉദ്ഘാടനം ചെയ്യും? ഇത് കുറെ നാളായി മേടിച്ചു വെച്ചിട്ട്. അതാരും ഉദ്ഘാടനം ചെയ്യുന്നുള്ള കാര്യമാണ്. അപ്പം ഇനിയിപ്പം സ്റ്റാലിയൻ പുതിയ ലുക്കിലായിരിക്കും വരുന്നത്. അതെ. ഇപ്പം നമ്മൾ പടുതയെല്ലാം മാറ്റുക. അത് AC ഒന്നും വെച്ചാൽ തണുപ്പ് വയ്ക്കുമല്ലോ. ഇതും കൊണ്ട് വേനൽക്കാലത്ത് ഭയങ്കര പാടാട്ടോ. ഇടുക്കിയിലൊക്കെ പോവാം, പിന്നെ അങ്ങോട്ട് ഹിമാചലിലൊക്കെ പോവാം. ഇടുക്കിയിലോട്ട് പോയാലേ രാത്രിയിലേ പറ്റത്തുള്ളൂ, ചൂടല്ലേ? പകല് ചൂടാ. ഞാൻ അത് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയാ. ഒരു ബെഡും ടോയ്ലറ്റൊക്കെ സെറ്റ് ചെയ്യാം. അടിപൊളി ലുക്കാക്കാം. അതെ, അടിപൊളി എന്ന് പറഞ്ഞാൽ പണിത് വരും, നോക്കണം എങ്ങനെ ആവുമെന്ന്. നല്ല നമ്മുടെ പ്രതീക്ഷ എങ്ങനെയാണല്ലോ എപ്പോഴും. അതെ. അല്ലേ, ഈ കയറിങ്ങനെ പിന്നെ കെട്ടിയതേ ആരാന്ന് എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു. ഇത് മുടി പിന്നെ വെച്ചേക്കുന്ന എനിക്കാണ് ഇപ്പോഴും മുടി പിന്നാൻ അറിയത്തില്ല. അതെ, അച്ഛക്കും അറിയത്തില്ല. അച്ഛക്കും അറിയത്തില്ല. അറിയാലേ? അതെങ്ങനെ പഠിച്ചു മുടി പിന്നാൻ? അതെങ്ങനെ പഠിച്ചെന്ന് എങ്ങനെയാന്ന് ഞങ്ങളത് പറയത്തില്ല. പ്രകാശിന് മുടി പിന്നെ അറിയായിരുന്നോ? താല്പര്യം ഇല്ലാത്ത കേസാണോ? അഴിക്കാൻ അറിയാം അല്ലേ? അഴിക്കാനറിയാം, പിന്നാൻ അറിയത്തില്ല. മുടി കാണുന്ന അലർജിയായി ഇപ്പം അല്ലേ പ്രാവശ്യ? പടുത നമുക്കിവിടെ അഴിച്ചു വെച്ചിട്ട് പോയില്ല, പിന്നെ അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടിട്ട് എല്ലാം പൊടി പിടിക്കുകയല്ലേ. ആവശ്യമുണ്ടെ പിന്നെ വേണേലും ഉപയോഗിക്കാം. ഇതിന്റെ കുറച്ച് കളർ പോയില്ലേ? പടുത നല്ല കറുപ്പായിരുന്നു, നിറച്ച് വെയിൽ കൊണ്ടുകൊണ്ട്. നമ്മളെ വണ്ടി എടുത്തോണ്ട് വന്നപ്പോൾ ഇതിനകത്ത് കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു ക്യാമ്പർ വാൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ അഴിച്ചു വെച്ചതാണ്. അതിനിപ്പോൾ നമ്മുടെ രീതിക്കൊന്ന് സെറ്റാക്കാം. അപ്പോൾ അടുത്തായതുകൊണ്ട് എന്നെ എളുപ്പമാണെന്ന് നോക്കിയേ. കെട്ടഴിച്ചു വിട്ട് നോക്കി കഴിഞ്ഞാൽ വണ്ടിയെല്ലാം ഓപ്പണായി.
ഞാൻ അവിടെ ചെന്ന് ഇതുപോലെ ഈ പടുത സൈഡെല്ലാം പൊക്കി വെച്ചിട്ട് ക്യാമ്പ് ചെയ്യണമെന്ന് ഓർത്തെ. അങ്ങനല്ലേ നിങ്ങൾ ക്യാമ്പ് ചെയ്തു? എവിടെ പടുത പൊക്കി വെച്ചില്ലല്ലോ. കാറ്റെന്ന് പറഞ്ഞാൽ എന്നാ കാറ്റ് പൊക്കി വെച്ചില്ലോ, നിങ്ങൾ പൊക്കി വെച്ചില്ല? ഇല്ല, സൈഡ് പൊക്കിയില്ല. സൈഡ് മൊത്തം ഇങ്ങനെ മടക്കി പൊക്കി വെച്ചിട്ട് കിടക്കണമെന്നാണ് ഓർത്തെ. പക്ഷെ അത് നടന്നില്ല, കാറ്റ് കാരണം. ആഹാ. പാപ്പാൻ രാവിലെ ക്ഷേത്രത്തിൽ പോയതായിരുന്നോ? ഉത്സവം ആയതുകൊണ്ട് ലീവിന് ഇറങ്ങിയേക്കാ. ഉത്സവം ആയതുകൊണ്ട് ലീവിന് ഇറങ്ങിയതാ. കൂടിയിട്ടുള്ള പരിപാടിയോ അത് മതി. അപ്പം നമുക്ക് നേരെ മൂവാറ്റുപുഴയിലേക്ക് വിട്ടേക്കാം. അപ്പോഴേ ഞങ്ങളെന്നാ പോയിട്ട് വരാം. വരുന്നോ? ഇല്ലില്ല, കുറച്ച് പണിയുണ്ട്. ഭയങ്കര ബിസിയാ ഇപ്പം. പിന്നെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ അതെ. ഇനിയിപ്പോൾ രണ്ടുപേരെയും കൂടെ ഇടയ്ക്ക് ഡ്യൂട്ടിക്ക് നമുക്ക് കൂട്ടിന് വിടാം അല്ലേ? അപ്പോൾ തൽക്കാലം മുത്തിനെ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോവാം. വേണം. ഇനി പഠിത്തം കഴിയുമ്പോൾ പൊന്നുവിനെയും കൂടെ. പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് കാലമായിട്ട് നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് പറയാനുണ്ടായിരുന്നു, നമ്മുടെ വണ്ടി ഇങ്ങനെ കൊണ്ടുനടക്കല്ല്, ഇതിന് മാറ്റം വരുത്തണമെന്നൊക്കെ. എന്നാൽ പിന്നെ മാറ്റം വരുത്തിയേക്കാൻ നമ്മളും തീരുമാനിച്ചു. അപ്പോഴേ നമ്മുടെ കാറിന് ഒരാൾ വേണമല്ലോ, അതുകൊണ്ട് നമ്മുടെ ഉണ്ണിപ്രോ എത്തിയിട്ടുണ്ട്. വെയിൽ കൊണ്ട് മടുത്തെന്നാ പറഞ്ഞേ. കുറച്ചു നേരം നോക്കി. അതെ, അത് ഞങ്ങളെ കുറച്ച് സമയം എടുത്തു. ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു വരണ്ടേ, ഇച്ചിരി സമയം എടുക്കും. ഇറങ്ങാൻ തുടങ്ങിയപ്പോഴേ വിളിച്ചേ. അന്നേരം വേറൊരു ആവശ്യം വന്നു, അങ്ങനെ പറ്റി. ആ, ഓരോ ദിവസം ഓരോ ലുക്കിലാണ് വരുന്നത് അല്ലേ? പയ്യനായി വരിക. ഇത് മറ്റേ വീഡിയോയുടെ കമന്റിനകത്ത് ഒരാൾ എഴുതിയിട്ടുണ്ടായിരുന്നു, വയസ്സനെ എടുത്ത് വെളിയിൽ കളയാൻ. അതുകൊണ്ട് ചെറുപ്പമായതാ. അത് എല്ലാ വീഡിയോയും കാണാത്ത ആളായിരിക്കും. ആദ്യം ഞാൻ ഓർത്ത് പുള്ളിക്ക് കമന്റ് കൊടുക്കട്ടെ എന്ന്, വീട്ടിലിരിക്കുന്ന വയസ്സന്മാരെയൊക്കെ എടുത്ത് വെളിയിൽ കളയുന്നത്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് എന്റെ ചെറുക്കനെങ്ങാനും ഇത് വായിച്ചെങ്കിൽ എന്നെ എടുത്ത് വെളിയിൽ കളഞ്ഞല്ലോ, എന്നാ പിന്നെ അങ്ങോട്ട് ഇരിക്കട്ടെ, എങ്ങനെയാലും പോട്ടെന്ന് വെച്ചു. അല്ല, അതെന്നാ എല്ലാ വീഡിയോയും കാണാത്ത ആളാ. എന്നാ വെച്ചാൽ ഉണ്ണിച്ചേട്ടൻ പല ലുക്കിലല്ലേ? അതെ, ചിലപ്പോ നല്ല ന്യൂജൻ ലുക്കിൽ വരും. എന്നാ ചെയ്യാൻ പറ്റും. അതെ, ചേട്ടാന്ന് വിളിക്കണ്ട കേട്ടോ, പേര് വിളിച്ചാൽ മതി. എല്ലാ പ്രായം തോന്നിക്കും ചേട്ടാന്നൊക്കെ വിളിക്കും. ഹിമാചൽ കുറെ സ്ഥലങ്ങളിലൂടെ പോകാനുണ്ട്. ഞാൻ പറഞ്ഞതാ പോവാന്ന്. ചേച്ചി ഒറ്റ ഒരാളാ. ഞാനില്ല, അച്ചമ്മക്കല്ലായിരുന്നു തണുപ്പ്. അല്ല, രാജസ്ഥാനിൽ നിന്ന് കസോട് പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ തണുപ്പ് വരച്ചിട്ട് വയ്യ, നമുക്ക് കുറച്ചുകൂടെ പോയിട്ട് ഒന്നുകൂടെ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് പോവാന്ന് പറഞ്ഞു. അതെന്നാന്നറിയോ, അന്ന് നമ്മൾ പോയപ്പം എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇവിടെ തൊട്ട് പോയപ്പോ തൊട്ടേ തണുപ്പാ. അങ്ങനെ തണുപ്പ് മടുത്ത് അങ്ങോട്ട് ചെന്നേ. അതുകൊണ്ടാണ്. അപ്പൊ ഇനിയും പോകുമ്പോ ആ പ്രശ്നമില്ല, ബാക്കി എല്ലായിടത്തും ചൂടായിരിക്കും. അപ്പൊ പിന്നെ കുറച്ച് ദിവസം അതിൽ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല. അതുപോലെ ഈ വണ്ടിയും കൊണ്ടും പോവാം. പിന്നെ ഈ വണ്ടിയും കൊണ്ട് പോയാലും ഈ പറഞ്ഞ പോലെ ചെറിയ വഴിക്ക് ജീപ്പ് പോകുന്ന വഴിയിലൊന്നും പോക്ക് നടക്കുകയല്ല. കോപ്പി ഇതിന്റെ പുറയിലോട്ട് കെട്ടിയിരുന്നു. അപ്പൊ നിങ്ങളെ എല്ലാം കൂടെ ഇന്ന് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയാവോ? അവിടെ ചെന്നിട്ട് ഈ വണ്ടിയില് എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാ വേണ്ടെന്നൊക്കെ ഐഡിയ പറഞ്ഞു കൊടുക്കണം. ഞങ്ങളുടെ ഐഡിയ പറയണം അല്ലേ? ഇത് പണിത് കഴിഞ്ഞ് വന്നേച്ച് അതില്ല ഇതില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ. ശരിക്കും നമ്മുടെ ഈ സ്റ്റാലിയൻ്റെ ബാക്ക് സൈഡ് നമുക്ക് കുറച്ച് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അതിലൊരു ടോയ്ലറ്റ്, ഒരു ബെഡ്, അപ്പം ഇങ്ങനെയൊക്കെ സംഭവങ്ങളെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് സെറ്റ് ചെയ്താലേ ശരിക്കും നമ്മൾ അതിൻ്റെ ഒരു അതേലും എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി ലോങ് ഒക്കെ പോണേലും വാഷ്റൂം ഒക്കെ വേണമല്ലോ. അതെ, വാഷ്റൂം വേണം, പിന്നെ വാട്ടർ ടാങ്ക് വേണം, ബെഡ് വേണം. ബെഡ് വേണം, അങ്ങനെ കുറേ സംഭവങ്ങൾ, കിച്ചണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസം എടുക്കും, എന്നാലും ഇനിയും വേറൊരു ലുക്കിലായിരിക്കും വണ്ടി വരുന്നത്. അപ്പം ഈ പടുതായൊന്നും പറ്റിയല്ല, പിന്നെ AC ഒക്കെ ബാക്കി പിടിപ്പിക്കുമ്പോൾ പടുതായൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ വന്നപ്പം നേരത്തെ ഒന്ന് പറഞ്ഞായിരുന്നു, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ക്യാമ്പർ വാനായിട്ടുള്ള ഇതിൽ. അതെല്ലാം നമ്മൾ അഴിച്ചു കളഞ്ഞായിരുന്നു. അന്ന് നമുക്ക് പറ്റിയില്ല, ടോയ്ലറ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം ഇനിയിപ്പം നമ്മുടെ ഇതിൽ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വലിയ ഇതായിട്ടൊന്നുമല്ല, പോഷായിട്ടല്ല, ചെറിയ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. അതുപോലെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ സ്പീഡോമീറ്റർ സ്റ്റക്കായിരിക്കുന്നത്. സ്പീഡോമീറ്റർ സ്റ്റക്കല്ല, അത് ഇറങ്ങുന്നുണ്ട്. അത് പഴയ മോഡലായതുകൊണ്ടാണ്. അതിങ്ങനെ 100 മീറ്റർ
കറങ്ങുന്ന അനുസരിച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇപ്പൊ മാറി വരുന്നുണ്ട്. കിലോമീറ്റർ സ്പീഡും ഒക്കെ വർക്കാകാൻ തുടങ്ങിയല്ലോ, കിലോമീറ്റർ കേബിളൊക്കെ. അതെല്ലാം കഴിഞ്ഞ ദിവസം വഴി ശരിയാക്കിയതാണ്. ഓയിൽ പ്രഷർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ എത്തി. മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡിന്റെ പണി തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. കുറെ കാലമായി, ഇതുവരെ തീർന്നിട്ടില്ല. ഏതായാലും മൂവാറ്റുപുഴ ടൗണേ അടിപൊളിയാക്കി. ടൗണിന്റെ മുഖം മാറി, മുഖച്ഛായ മാറി. പക്ഷെ ബൈപ്പാസ് വേണം മൂവാറ്റുപുഴയ്ക്ക്, അല്ലെങ്കിൽ തിരക്കാ. എന്നാണേലും ബൈപ്പാസ് ഇല്ലല്ലോ. ഉച്ചസമയം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇതുപോലെ ഈ വെയിറ്റിംഗ് ഷെഡ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ ഓർക്കും, ഈ മൂവാറ്റുപുഴ മാത്രമേ കാണുള്ളൂ ഈ ടൈപ്പ് വെയിറ്റിംഗ് ഷെഡ്. അപ്പൊ നമ്മുടെ രാജഭരണകാലത്ത് പണിത പാലമാണ് റൈറ്റ് സൈഡില്, പഴയ പാലം. അതിപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, ബസ്സൊക്കെ അതിലെ വരുന്നുണ്ട്. അതെ, രാജാക്കന്മാരുടെ കാലത്ത് പണിതല്ലേ, അതുകൊണ്ടാ. മൂവാറ്റുപുഴയാറാണിത്. ആ പാലം പണിതിട്ട് അതിന്റെ ഉറപ്പ് നോക്കാൻ ആനെ നടത്തിച്ചെന്നാ പറയുന്നത്. അറിയോ, പണ്ടൊരു കഥ പറഞ്ഞിട്ടുള്ളതാ. വെള്ളൂർക്കുന്നം മഹാദേവ ക്ഷേത്രം മൂവാറ്റുപുഴ. മൂവാറ്റുപുഴ നിന്ന് പെരുമ്പാവൂർ റൂട്ടിൽ പോയിട്ട് വേണം നമുക്ക് തിരിയാൻ. KEV ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ. നമ്മുടെ KRV ആയിരുന്നു ലാസ്റ്റത്തെ ജീപ്പിന്റെ നമ്പർ, KRV 7407. ഇത് പേഴക്കാപ്പള്ളി. അപ്പൊ ഇവിടുന്ന് അവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് പോകണം കേട്ടോ. പേഴക്കാ പള്ളിയല്ല, പേഴക്കാ പിള്ളി. ആ, പള്ളിയാണേലും പിള്ളിയാണേലും ഇതിലേ പോട്ടെ, റൈറ്റിലേക്ക്. അപ്പോൾ അതേ നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് റൈറ്റിൽ അകത്തോട്ട് കയറിക്കും. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. ഇവിടെ 1-2 വണ്ടി കിടപ്പുണ്ട്, അതൊക്കെ പണി കഴിഞ്ഞ വണ്ടികളാണ്. അപ്പോൾ വർക്ക്ഷോപ്പിന്റെ ഓണറൊക്കെ ചോറിനാൻ പോയേക്കാം. നമുക്കും ചോറിനുണ്ടേ പോയി. ചോറിനിട്ട് വരാം. അതെ, അപ്പോൾ എന്നിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എനിക്കാണ് നല്ലപോലെ വിശക്കുന്നുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, ഡയറ്റിങ് ആയതുകൊണ്ട്. അപ്പോൾ കുറച്ചങ്ങ് പോകണം ചോറുണ്ണണമെങ്കിൽ. അപ്പോൾ ഇവിടെ നോയമ്പൊക്കെ ആയതുകൊണ്ട് കടകളൊന്നുമില്ല പകല്. ഈ മൂവാറ്റുപുഴ വരെ പോകേണ്ടി വരുമോ? മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വരെയെങ്കിലും പോകേണ്ടി വരും. 3 പേര് ചോറ് പറഞ്ഞു. ഞാനും പൊന്നും ഒരു സിംഗിൾ ബിരിയാണി പറഞ്ഞു. ഫിഷ് ഫ്രൈ ഇല്ലേ? ഫിഷ് ഫ്രൈയോ ഫിഷ് വറുത്തതൊക്കെ ഫ്രൈ ഒക്കെ ഉണ്ട്. എന്നാ അവിടെ ഫിഷ് ഫ്രൈ തന്നെയാണല്ലോ, ഫിഷ് വറുത്തല്ലേ. മീൻ വറുത്ത, അയല, വെള. ഏത് എന്നാ എല്ലാ അയല പ്രേമികളാണോ? എന്നാ പിന്നെ ബാങ്കട ഫ്രൈ പറ. ബാങ്കട തവ ഫ്രൈ ഉണ്ടോയെന്ന് ചോദിച്ചേ. തവ ഫ്രൈ ഒന്നും കിട്ടില്ല. വേറെ അല്ല, തവ ഫ്രൈ കിട്ടും. ചോറിനിട്ട് വന്നപ്പോൾ തന്നെ നമ്മുടെ ബെഞ്ചെല്ലാം അഴിച്ചു മാറ്റിയോ? ബെഞ്ചൊക്കെ അഴിച്ച് ഇവിടെ എല്ലാം ക്ലിയർ ആക്കുക, എന്നാലല്ലേ ബാക്കി കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുള്ളൂ. കുറേ സാധനങ്ങൾ അഴിക്കാനുണ്ട്. ആ കുറ്റി പോലെ എനിക്ക് സാധനമൊക്കെ കണ്ടില്ലേ, അതെല്ലാം അഴിക്കണം. അപ്പോൾ ഇത് റേച്ചേട്ടൻ്റെ വർക്ക്ഷോപ്പാണ്. റേച്ചേട്ടനാണ് ഇപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറേ നാളത്തെ പരിചയമുണ്ട്. നേരത്തെ അവിടെ പെടുന്നോണ്ടിരുന്ന ആളാണ്. അപ്പം സ്വന്തമായിട്ട് ചേട്ടൻ തുടങ്ങിയതാണ്. അപ്പം മിക്ക വണ്ടികളും മെയിൻ്റനൻസ് വർക്കൊക്കെ ഒത്തിരി ചെയ്യുന്നുണ്ട്. വർക്കുകളാണ് കൂടുതലും ചെയ്യുന്നത്. സിനിമ വണ്ടികളും ക്യാരവാനും ടൂറിസ്റ്റ് വണ്ടികളൊക്കെയാണ് കൂടുതലും ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് വർക്കുകളാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ വന്നപ്പോൾ നമ്മൾ ഇത് നമ്മുടെ ഒരു വെറൈറ്റി വർക്കായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതെ. അപ്പോൾ ഇതേലും നമ്മൾ കുറേ ഇവിടെ എല്ലാം ആദ്യം ഒന്ന് സെറ്റാക്കി എടുക്കണം അല്ലേ? പ്ലാറ്റ്ഫോം റെഡിയാക്കി എടുക്കണം. പിന്നെ സൈഡ് പാനലിങ് നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഈ പോർഷൻ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി ഇതിവിടെ റഫായിട്ടാണ് ഇങ്ങനെ തന്നെയാണ് ഉദ്ദേശിക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് മോഡിഫിക്കേഷൻ ഇത് ഫിനിഷായിട്ട് വരണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ഷീറ്റ് വെച്ച് ഫിനിഷ് ചെയ്ത്. അപ്പോൾ ഇതെന്നാന്ന് വെച്ചാലേ നമുക്ക് വലിയ പൈസ മുടക്കില്ലാതെ റഫായിട്ടുള്ള ഒരു ലുക്കും വരും. അപ്പം പിന്നെ എന്നാന്ന് വെച്ചാൽ നമ്മൾ AC വയ്ക്കുന്നതുകൊണ്ട് ഈ എയർ ടൈറ്റ് ആവണം. ടോപ്പ് സീലിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കും വേണം. ചൂടൊന്നും കൂടുതലില്ലാത്ത രീതിയിൽ നമുക്ക് ടോപ്പ് ആദ്യം ഇത് ചെയ്തിട്ട് തെർമോക്കോൾ വെച്ച് പാക്ക് ചെയ്ത് അതിൻ്റെ അടിയിലൊരു സീലിംഗ് കൊടുക്കും. ഷീറ്റ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചൂടാകുമ്പോൾ ഇതിനുള്ളിൽ AC ഇട്ടാലും തണുക്കാനും ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതിന് തെർമോക്കോൾ വെച്ച് കഴിയുമ്പോൾ കുറച്ചൊരു റെസ്ട്രിക്ഷൻ ആവും. അതല്ലെങ്കിൽ പ്ലൈവുഡ് വെച്ചിട്ട് പെയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ ACP ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും. അതുമല്ല പെട്ടെന്ന് വേണം കേട്ടോ, ഞങ്ങൾക്ക് എന്നിട്ടാണ് അടുത്ത ട്രിപ്പ് പോകാൻ. ഇപ്പം വേറെ പണിയൊന്നും. ഇന്നലെ ഞാനിവിടെ ഇങ്ങനെ വന്നപ്പോഴേ ശരിക്കും ഇപ്പോൾ ഈ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചല്ല. ഇന്നലെ ഞാനിങ്ങനെ വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇപ്പം നിലവിൽ വണ്ടിയില്ല, തിരക്കില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം 2 വണ്ടി ഞാൻ മിസ് ചെയ്തു. കഴിഞ്ഞ മുമ്പത്തെ ചൊവ്വാഴ്ചയല്ലേ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഭാരത് ബെൻസിൻ്റെ വർക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു
അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടി ആയി കഴിഞ്ഞാൽ അതും എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ്. അപ്പോൾ അത് ഗോപാൽ സാറിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അപ്പോൾ രണ്ടും കൂടി ആയി കഴിയുമ്പോൾ തീരൂല. അത് വെറുതെ വഴക്കൂടേണ്ട അവസ്ഥ വരും. അത് രണ്ടാമത്തെ ഓരോടൊക്കെ വേണ്ടാന്ന് വെച്ചേക്കാം. അപ്പോൾ രതീഷേട്ടൻ തന്നെ രാത്രി വൈകുന്നേരം വിളിച്ചു പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഞങ്ങൾ പ്രോഗ്രാമിന് പോവുകയാണ്, ഒരാഴ്ച കഴിഞ്ഞിട്ടോ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ചാണ് ഇപ്പോൾ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി നന്നായിരിക്കും. ഇപ്പോൾ വർക്കില്ലാത്തതുകൊണ്ടല്ല, ഇപ്പോൾ അതിങ്ങനെ പറഞ്ഞേക്കണനുസരിച്ച് വർക്ക് ഇപ്പോൾ വരാനുണ്ട്. ചൊവ്വാഴ്ചയിൽ ബുധനാഴ്ച ജയസൂര്യയുടെ വണ്ടിയിൽ കുറച്ച് പണികൾ കയറ്റാനുണ്ട്. അത് കുറച്ചല്ല ഒരു 1.5 മാസത്തെ വർക്കുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിന്ന് സ്പീഡപ്പൊക്കെ പോകണം. അപ്പം താമസിയാതെ പെട്ടെന്ന് സെറ്റാക്കുക. അപ്പോൾ അത് സെറ്റാക്കുവാണ്. ഇനിയിപ്പോൾ അതിന് നമുക്ക് വേറെ ഡിലേ ഒന്നുമില്ല. കാരണം വെച്ചാൽ ഇതിന് സ്ട്രക്ചർ ആദ്യം തീർക്കുക. ആദ്യം സ്ട്രക്ചർ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ചെണ്ട് തന്നെ പൈപ്പ് ലൈൻ നമുക്ക് ഇവിടെ പാർട്ടീഷൻ തിരിക്കണം, ബെഡിൻ്റെ പോർഷനും തിരിക്കണം. ഇതിൻ്റെ പോർഷനിൽ കിച്ചൻ്റെ പോർഷൻ നമുക്ക് വേറെ പാർട്ടീഷൻ തിരിക്കണ്ട, വേണ്ട. അതിൻ്റെ റെഡിമെയ്ഡ് സാധനം നമുക്ക് ബോൾട്ട് ചെയ്ത് പിടിപ്പിച്ചാൽ ഫിക്സ് ചെയ്താൽ മതി. ഇതിപ്പോൾ മൊത്തം ഇങ്ങനെ ഒരൊറ്റ ഹാള് പോലെ കിടക്കും. ഇവിടെ ഒരു ബെഡ്, ഇതിൻ്റെ ഇവിടെ 4 അടിക്ക് വരാൻ പാകത്തിന് ഒരു ബെഡ്, 4 അടി ഇങ്ങനെ 2 പേർക്ക് കിടക്കാൻ പാകത്തിന് 6x4 ബെഡ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒരു ഇത്ര ഹൈറ്റ് കൊടുക്കുവാണെങ്കിൽ, ഈ ഹൈറ്റിൽ വെക്കുവാണെങ്കിൽ ഇതിന് മുകളിൽ ഓരോ കൊടുക്കാം. അപ്പോൾ എന്നിട്ട് ഇവിടെ നിന്ന് ഒരു സ്റ്റാൻഡ് ഇത് കൊടുക്കുക, ഗോണി കൊടുത്തു കഴിഞ്ഞാൽ ചവിട്ടി കയറാൻ വേണ്ടിയുള്ള രീതിയിൽ. ഇവിടെ നിന്നുള്ളത് ആ സൈഡിൽ നിന്ന് കയറാം, ഇവിടെ നിന്നുള്ളത് ഇതിൻ്റെ മുകളിൽ കൂടെ ചവിട്ടി കയറി മുകളിൽ കിടക്കാം. അങ്ങനെ ഇരിക്കാനും കിടക്കാനും പറ്റുള്ളൂ. അപ്പം ഹൈറ്റ് ഇത് മറ്റേ വണ്ടിനേക്കായി ഹൈറ്റ് കുറവല്ലേ. പിന്നെ ബാത്റൂം 4 അടിയുടെ ഒരു ബാത്റൂം ഇവിടെ വരുമ്പോൾ ഇത്ര പോർഷനിൽ ഈ ബെഡിൻ്റെ സൈഡ് ചേർന്നിട്ട് ഒരു ബാത്റൂം സ്ക്വയറായിട്ട് വരും. അതിൻ്റെ അകത്തൊരു ഷവർ, ടോപ്പ് ഷവർ അല്ലെങ്കിൽ ഹാൻഡ് ഷവർ രണ്ടും വെക്കാം. വാട്ടർ ഹീറ്റർ വെക്കും. പിന്നെ ക്ലോസറ്റ്, ഇലക്ട്രോണിക് ക്ലോസറ്റ് ആണ് വെക്കണമെന്ന് അത് നോക്കാം. വെള്ളം കുറവുള്ള നോക്കിയിട്ട്. പിന്നെ ഒരു ഇതിൻ്റെ അകത്തൊരു കോർണർ വാഷ് ബേസിൻ വെക്കും. ഇച്ചിരി വലുപ്പം, തീർത്ത് വേണ്ട, അല്ല തീരെ ചെറുതല്ല. കോർണർ വാഷ് ബേസിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് പല്ല് വയ്ക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഉള്ളത്. കാരണം നമുക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ആ കിച്ചൻ്റെ സൈഡിൽ ഒരു സിങ്ക് മാതിരിയുള്ളത് വെക്കുക. കാരണം സ്റ്റീലിൻ്റെ അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ ഇത്ര ഹെവി വണ്ടി ആയതുകൊണ്ട് സ്റ്റീലിൻ്റെ അല്ലാതെ വെച്ചാൽ സെറാമിക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടായി പോകാൻ സാധ്യത. അപ്പോൾ ഇവിടെ നമുക്ക് ക്ലോസറ്റ് ഏതായാലും സെറാമിക് അല്ലാതെ കിട്ടില്ല. പിന്നെ അവിടെ വയ്ക്കുന്നത് അത്രയും പ്രശ്നമില്ല, കാരണം ഈ പോർഷൻ ആയതുകൊണ്ട്. ബാക്ക് സൈഡിലേക്ക് ആകുമ്പോൾ സ്റ്റീലിൻ്റെ ഒരു ഇവിടെ ഇതുണ്ടാക്കിയെടുക്കാം. കിച്ചൻ്റെ സൈഡിൽ തന്നെ നമുക്ക് വാഷ് ചെയ്യാനും അത് കഴുകാനും എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മൾ സൈഡിൽ കൂടെ അല്ലേ കയറാൻ ഉദ്ദേശിക്കുന്നത്, പുറകിൽ കൂടെ തന്നെ. അത് ഡോറാക്കാം, പുറകെ കൂടെ നമുക്ക് ഇങ്ങനെ ഡോറാക്കാം. ഇതിപ്പോൾ ഫുള്ളായിട്ട് വരുമ്പോൾ ഇത് ഇത്രയും ലെങ്ത്തിൽ നമുക്ക് ഡോറാക്കി കഴിഞ്ഞാൽ തുറക്കാനും അടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കുറച്ചൊരു ചെറിയ പോർഷൻ ഈ ബെൻഡ് ഉള്ളത് കഴിഞ്ഞിട്ട് ഈ ബെൻഡ് ഒന്ന് കവർ ചെയ്തിട്ട് ബാലൻസ്, അല്ലെങ്കിൽ ഇത് സെൻറ്റർ മാത്രം തുറക്കാൻ പാകത്തിന് വീതി കൂട്ടി തുറക്കാൻ പാകത്തിനാക്കും. ഒരു ഡോറോ 2 ആക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വീതി കുറയ്ക്കണം, കാരണം ഭയങ്കര ലെങ്ത് ആയി പോകും. ഡോർ വലിപ്പം കൂടുതലായി. ഇപ്പോൾ ഒരു പോർഷൻ ഇവിടെ നിന്ന് നമുക്ക് പാർട്ടീഷൻ കൊടുത്തിട്ട് അതിന്റെ സെന്ററിലുള്ള 2 തുറക്കുക. അത് ഡോറിനെ തുറന്നിട്ട് ഇതുപോലെ ലാഡർ നമുക്ക് മറച്ചു വെച്ച് കഴിഞ്ഞാൽ ലാഡറിൻ്റെ അകത്ത് ഇങ്ങനെ പൈപ്പായിട്ട് മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് വേണം ഡോറിൽ ഇങ്ങനെ കൊടുത്തു വയ്ക്കാൻ പാകത്തുന്ന രീതിയിലാക്കാം. അപ്പോഴേ അടുക്കളയിൽ എന്നൊക്കെ വേണമെന്ന് അതൊക്കെ പറഞ്ഞു കൊടുത്തോണം. അത് പണിത് കഴിഞ്ഞ് വെച്ചാൽ അതില്ല, ഇവിടെ സൗകര്യം ഇല്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ. അപ്പം എല്ലാ പെണ്ണുങ്ങളാണല്ലോ ഉപയോഗിക്കണം. അപ്പം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം. നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പം നിങ്ങളുടെ ഐഡിയയും കൂടെ പറഞ്ഞു. ഞങ്ങളുടെ ഐഡിയ പറഞ്ഞോളാം, എന്നാലും കുഴപ്പമില്ല. പക്ഷേ അടുക്കള അവിടെ അത് പിന്നെ ഇതിൻ്റെ ഈ സൈഡൊക്കെ ഓപ്പൺ ചെയ്യാൻ മാത്രമാണ് നമ്മൾ സ്ലൈഡിങ് ഗ്ലാസും വെക്കും. ഇവിടെ നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത് അടുക്കള നല്ല വ്യൂ ആയിരിക്കണം, അതനുസരിച്ചാണ് ചെയ്യുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അടുക്കള പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞേക്കണത് സിങ്ക് വേണം, ഒരു മറ്റേ നമ്മൾ സ്റ്റോറേജ് വെക്കാനായിട്ട് അതിൻ്റെ കബോർഡ് ഇത് ടേബിൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിയിലേക്ക് സ്റ്റോറേജ്, അത് ഡ്രോ വലിച്ച് തുറന്നിട്ട് അതിൻ്റെ അകത്ത് സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനായിട്ട്. പിന്നെ ടോപ്പിൽ വേണമെങ്കിൽ ഒരു ബെർത്ത് മാതിരി ഒരു സാധനം വെക്കാം. അതിന് അടപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സാധനം വയ്ക്കാം. പ്ലേറ്റൊക്കെ വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ റാക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് ഓടുമ്പോൾ നടക്കില്ല, നടക്കൂല. അത് ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരിക്കണമെങ്കിൽ ഇതങ്ങ് അടച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അനങ്ങൂലല്ലോ. ബാക്കി കൂടെ ഭയങ്കര ചാട്ടമായിരിക്കും. ഇത് മറ്റേ വണ്ടി പോലെ അല്ലല്ലോ ഇത്. അല്ല, ബാത്റൂം അത് മാറ്റി കഴിഞ്ഞ് നന്നായി. കാരണം അല്ലെങ്കിൽ ബാക്കിൽ സെറാമിക്കിൻ്റെ ക്ലോസറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ ആ സാധനം പ്രശ്നമാണ്. ആദ്യം ബാഗിലാണ് ടോയ്ലറ്റും ബെഡും ഒക്കെ ഓർത്ത്, പിന്നെ ഇങ്ങോട്ട് മാറ്റി. അല്ല, ബെഡ് ഇവിടെ തന്നെയാണ്, ക്രോസ് ആയിരുന്നു. ക്രോസാ പ്ലാൻ ചെയ്തേ. അത് കഴിഞ്ഞ് പിന്നെ അത് മാറ്റി. ഇപ്പോൾ ടോയ്ലറ്റ് അവിടെയും ഇവിടെ ഇങ്ങനെ ബെഡും, പിന്നെ ബാക്കി അടുക്കളയും, പിന്നെ ഇഷ്ടംപോലെ സ്ഥലമാണ് കിടക്കുന്നത്. ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ ഒരു ഏതായാലും സീറ്റ് വേണമല്ലോ. ഇത് കഴിഞ്ഞുള്ള പോർഷനിൽ അതിൻ്റെ ഇരിക്കുന്ന കുഷിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്യാൻ പാകത്തിനാക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ളാക്കുക. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ബെർത്താൻ നമുക്ക്
ഡക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ള ബെർത്ത് ചെയ്യാന്നുള്ളൂ. ഈ സൈഡിൽ ചെയ്യണമാതിരി തന്നെ ഇവിടെ സാധനം ഈ കോർണറിൽ ബസ്സിനൊക്കെ ഇരിക്കുന്ന കാര്യം ബെർത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഡ്രസ്സോ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കയറ്റി വെക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ രണ്ട് സൈഡും ഉപയോഗിക്കാം. ഇതിനകത്ത് 2 സ്റ്റെപ്പായിട്ട് ബെഡ് വരും. പിന്നെ ഇതിൻ്റെ അത് ആ പരിപാടി നടക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് അങ്ങോട്ടുള്ള വ്യൂ കിട്ടണമെങ്കിൽ ആ 2 ടാങ്ക് വരും, ഫ്ലഷ് ടാങ്ക് വരും. അപ്പം വാട്ടർ ടാങ്ക്, ഫ്രഷ് വാട്ടർ ടാങ്ക്. അപ്പം ഇപ്പം ഇവിടുന്ന് അങ്ങോട്ടുള്ള നടക്കുകയല്ല. അതിന് പിന്നെ വേറൊരു കാര്യമുണ്ട്. അവിടെ ടോയ്ലറ്റ് അല്ലേ, നമുക്ക് അവിടെ ഒരു ഇതുപോലൊരു ഗ്ലാസ് കോറിഡോർ കൊടുക്കാം അല്ലേ? ഇതുപോലൊരു ഗ്ലാസ് കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ ഇതിനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രം തുറക്കാമല്ലോ. ഇന്റർകോം വെച്ചാൽ പോരെ? എന്നാലും മതി. അതാണ് ഏറ്റവും വേറെ ആരുമില്ലല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഓട്ടത്തിൽ ഇവിടെ ഇരുന്ന് ബുദ്ധിമുട്ടായിരിക്കും. അല്ല യാത്ര ഇത് ഓട്ടം സമയത്ത് ഇതിൻ്റെ അകത്ത് റിസ്ക്കാണ്. വൈബ്രേഷന് ഭയങ്കര കാരണം നമുക്കിപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോൾ ഇത് റേഡിയൽ ടയർ ആയതുകൊണ്ട് പ്രശ്നമില്ലാതെ തോന്നിയാലും ഇതെല്ലാം പറിച്ച് കളയണം. ഇതെല്ലാം പറിച്ച് എന്നിട്ട് ഇവിടെ എല്ലാം അടയ്ക്കണം. കുറച്ച് പ്ലാറ്റ്ഫോമെല്ലാം കുറേ ഹോളൊക്കെ ഉണ്ട്, എല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്ത് ആദ്യം പ്ലാറ്റ്ഫോം നല്ല ക്ലിയർ ആക്കണം. എന്നിട്ട് അതിന് മുകളിൽ പ്ലൈവുഡ് ഇടണം. പൊക്കം കുറവാണ്. പിന്നെ നമ്മളെല്ലാം പൊക്കം കുറവുള്ള ആൾക്കാരായതുകൊണ്ട് ആരും 6 അടി പൊക്കമുള്ളവരൊന്നും ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതിന് ഇവിടെ AC വേണം. ഇതിനകത്ത് മറ്റേ ഇലക്ട്രിക് AC ആയിരിക്കും. ഇലക്ട്രിക് AC ആയിരിക്കും. അതല്ലായിരിക്കും അതിൽ ഇച്ചിരി പവറുള്ള വേറെ ഒന്നെങ്കിൽ അത് കൂട്ട് ഒരു 2 എണ്ണം വേണം വയ്ക്കാം, അല്ലെങ്കിൽ ടോപ്പിൽ വയ്ക്കേണ്ടി വരും. അതൊന്ന് ചോദിക്കണം. അത് വെക്കണം. തടിക്കും. അതേ ഉള്ളൂ. അത് തന്നെ തട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. വല്ല ടോപ്പിൽ വയ്ക്കാതുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ജവാന ചേട്ടൻ്റെ കൈകളിൽ ഭദ്രമായിട്ട് ഏൽപ്പിച്ചു. അപ്പം നീ കുറച്ച് ദിവസം നോക്കിക്കണം. അതെ, ന്യൂജനാക്കി തരാം. ഒത്തിരി ന്യൂജൻ വേണ്ട. അതെ, സെറ്റാക്കി. അതെ, വേണ്ട. അതെ. അപ്പം അതനുസരിച്ച് കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ചെയ്യും. അപ്പം ശരി. അപ്പം ഞങ്ങളെന്നാൽ പോയിട്ട് നാളെ കാണാം രാവിലെ. അപ്പം ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഇനിയും മൂവാറ്റുപുഴയ്ക്ക് വന്നുകൊണ്ടിരിക്കാം സ്ഥിരം. ഉണ്ണിപ്രായം കൂടെ കൂട്ടാം മൂവാറ്റുപുഴയ്ക്ക് വരാൻ. പണിയൊന്നും ഇല്ലല്ലേ? ചുമ്മാ ഇരിക്കുക. അത് മതി. അപ്പം നമുക്കിനിയിപ്പോൾ നാളെ തൊട്ട് മൂവാറ്റുപുഴയ്ക്ക് രാവിലെ കൂട്ടുകാർ 2 പേരും കൂടെ പോരെ? അതെ, പൊതിച്ചോറും കൂടെ കൊണ്ടുവന്നേക്കാം. പണ്ട് ലോറി എടുത്തിട്ടേ ലോറി ബോഡി കെട്ടാൻ വേണ്ടി തിരുച്ചങ്ങോട്ട് പോയിരുന്ന് വണ്ടിയുടെ അടുത്ത് അതേപടി ഇരുന്ന് ഫുള്ള് ബോഡി പണിതെന്ന് പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാണല്ലോ ലേബർ റൂമിന്റെ ഭാഗത്ത് ഇരിക്കുന്ന പോലെ. അതെ, എന്ന് പറഞ്ഞ പോലെ. അതെ, ടെൻഷനല്ല, ഒരു വല്ലാത്തൊരു ഫീലാണ്. ഇതിപ്പം മറ്റേ കാരവൻ പണിയാൻ നേരം നമ്മളവിടെ പോയി ഇരുന്നേ ഇല്ല, അതിനൊന്നും സമയമില്ലായിരുന്നു. ആ ഭാഗത്തേക്ക് നോക്കിയിട്ടില്ല. അപ്പൊ ചില സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വരുവുള്ളായിരുന്നു. അത് തന്നെയല്ല, ലോറിയുടെ ചേസ് കൊണ്ട് ഇട്ടാലും നമ്മള് അവിടെ കൊണ്ട് ഇട്ടു പോരുക പറഞ്ഞല്ല. അതെ, അത് പിന്നെ പണി അല്ല. ലോറിയുടെ ആദ്യത്തെ അങ്ങനല്ല, നമ്മളവിടെ ഇരിക്കുവായിരുന്നു. ഇപ്പോഴാണല്ലോ, നോക്കിയിരിക്കുവായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇതിപ്പം പക്ഷെ ഇത് വേറൊരു വ്യത്യസ്തമായ ഒരു സംഭവമാണല്ലോ. വർക്ക്ഷോപ്പിലെ പണിക്കാർ വരുന്നതിന് മുമ്പേ നമ്മള് വർക്ക്ഷോപ്പിൽ. അതെ, അവിടെ ചെന്ന് വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞും പിന്നെ നമ്മുടെ ആഗ്രഹം അനുസരിച്ച് ഓരോന്നൊക്കെ ചിന്തിച്ചങ്ങനെ ഇരിക്കുവായിരുന്നു. ഒരു തവണ തമിഴ്നാട്ടിൽ പോയി നിൽക്കുക, നമ്മളവിടെ ലോഡ്ജിൽ താമസിക്കുക. ഞാൻ ആ മേളിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങളുടെ ഒരു വണ്ടി എന്തോ പണിക്ക് ടെസ്റ്റിംഗ് പണിയോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന് വേണ്ടി അങ്ങ് പോവുക. അപ്പോഴത്തേനും രാജേഷും ഉണ്ട്, രാജേഷിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ഇവൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി ചോറും കഞ്ഞിയും എന്നേലും വെക്കാന്ന് പറഞ്ഞു. എന്തൊരു സന്തോഷമായിരുന്നു അറിയോ. അവിടുത്തെ ആഹാരം മാറി നമ്മുടെ ആഹാരം കഴിക്കുന്ന സന്തോഷായി. രസമെന്നറിയോ, ഞങ്ങളെല്ലാം വെച്ച് സംഗതി എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോ ആ വർക്ക്ഷോപ്പിലെ എല്ലാരും ഞങ്ങൾക്കും വേണം പറഞ്ഞു. ഇവന്റെ കറിയൊക്കെ അവിടെ ഫേമസാ. അന്ന് വെജിറ്റേറിയൻ ആയിരുന്നു. ഞാൻ മലയ്ക്ക് മാല ഇട്ടിരിക്കുന്ന സമയമായിരുന്നു. വെജിറ്റേറിയൻ ഞങ്ങൾ ഉണ്ടാക്കിയത്. അതെ, ഇഷ്ടം പോലെ ചക്ക ഇരിക്കുന്നു, വേണോ? മേടിക്കാൻ. ഇത് കുഞ്ഞു ചക്കയാണല്ലോ, മറ്റേ വിയറ്റ്നാം ചക്കയാ. എന്നെ വിളിക്കുന്നു. ഏറ്റുമാനൂരാണോ? എടപ്പ് അമ്പലത്തിൽ പോയോ? എവിടെ പോയതാ?
അച്ഛൻ വണ്ടി വണ്ടി നമ്പർ കണ്ടപ്പോ അറിയാവുന്ന ആളുടെ ആണല്ലോ അപ്പൊ ഞാൻ പറയും അവരാണ് ഞങ്ങൾ മൂവാറ്റുപുഴ വരെ പോയായിരുന്നു. ആ എവിടെ വീട്? ഞങ്ങൾ മണർകാട്. മണർകാടാണോ? ആ നമ്മുടെ അടുത്ത് തന്നെയാണ്. ഓരോ പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം അല്ലേ? പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാം. അത് പ്ലാവൻ തൈയുണ്ട് കേട്ടോ, പ്ലാവൻ തൈയുണ്ട്. പ്ലാവൻ തൈ മാത്രമേ കണ്ടുള്ളൂ. ഇത് ഇവിടെ ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ ഇരിക്കുന്നു. ഉണക്ക കപ്പ, കൊടംപുളി. കൊടംപുളി മേടിക്കാതെ വീട്ടിലെ അയച്ച് കൊടംപുളി തീർന്നിരിക്കുക. മഞ്ഞള്, കാച്ചില്, എല്ലാ സാധനമുണ്ട്. ദേശീയ അണ്ട ഉണ്ട്, അതുള്ള എടുത്തോളാൻ പറഞ്ഞു ചേട്ടനുണ്ട്. മുതിര, ജോണിവാക്കർ വല്ലതും വേണോ? ദേശീയ അണ്ട 10 രൂപ വിലയുള്ളൂ കേട്ടോ, 20-30 ഒന്നും വിലയില്ല. ഇവിടെ ആർക്കും വേണ്ടെന്ന് തോന്നുന്നു. അതെ, നമ്മളവിടെ ഒരിടത്ത് ചെന്നിട്ട് 30 രൂപ വരെ ഉണ്ടായിരുന്നു ഒരു നാടൻ മുട്ട. ഒരേ മോഡൽ തുളയാ. ഇത് 1/2 കിലോയ്ക്കോ 1 കിലോ? 220 രൂപ. പുതിയ പുളിയാ. നിങ്ങൾ ഇതിൽ പോകുന്നവരാണ് അധികം പുളി ഇടില്ല. അതെ, വില കൂടുതലായുണ്ടോ? നിങ്ങൾ ഇതിൽ പോകുന്നവരാണെങ്കിൽ ഒരു കറി വയ്ക്കും പറയാതെ തിരിച്ച് പൈസയും തരും. ആ, പൈസ തിരിച്ചു തരുമോ പുളിയില്ലെങ്കിൽ? നിങ്ങൾ ഇതിൽ പോകുന്നവരാണെങ്കിൽ ഉണർന്നാൽ ഒരു കറി വെച്ചിട്ട് ബാക്കി അതിന്റെ പൈസ തന്നത് മോശമാണ്. ഇതേ ഒരു ചാള ടേസ്റ്റ് ചെയ്ത് നോക്കാം, മധുരം ഉണ്ടോന്ന്. ചെറുതായിട്ട് പഠിത്തോളൂ കേട്ടോ. ആ, അത് മതി, കുഴപ്പമില്ല. ആ സൈഡിൽ നിന്ന് തുടങ്ങും. ഒരു പഴം, ചക്കപ്പഴം ഒരെണ്ണം മേടിച്ചേക്കാം. അങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ. കഴിച്ചോ? അപ്പോൾ ചെറിയ മധുരമേ ഉള്ളൂ. ഡ്രൈവർ ഡ്യൂട്ടി വിടുകയാണ്, രാജി വെക്കുക, വീട്ടിൽ പോവാ. അപ്പം വേറെ വണ്ടി ഇവിടെ വെച്ചേക്കുന്നത് അല്ലേ? ആ, ഇടയ്ക്ക് അന്വേഷിക്കാൻ പോകാൻ വന്നേക്കണം കേട്ടോ. അത് നമ്മുടെ വരുന്നുണ്ടോ? നാളെ പോകുന്നുണ്ട്. ആണോ? ഇടയ്ക്ക് വീട്ടിൽ ചെന്നിട്ടേ ഉത്സവമല്ലേ, അമ്പലത്തിൽ പോകണ്ടേ? അമ്പലത്തിൽ പോയേക്കാം. അപ്പോൾ നമ്മൾ തൂക്കുമാരുടെ വണ്ടിയൊക്കെ കൊണ്ട് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇനിയിപ്പോൾ അടുത്ത ട്രിപ്പ് ഏത് വണ്ടിയെ പോവും? നമ്മുടെ 66 തന്നെ പോകണ്ടേ? 66 ഉണ്ട്, ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒക്കെ വേറെ വണ്ടികളുണ്ടല്ലോ. ആ, ഇടയ്ക്കിടയ്ക്ക് ഇനിയിപ്പം വർക്ക്ഷോപ്പിൽ പോകണമല്ലോ വണ്ടി നോക്കാൻ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതേലും ഉടനെ പോകാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ടല്ലേ എന്നാലും പോകുന്നുള്ളൂ. ആ, അതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് നോക്കാം. അതെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.